Good evening, students. Welcome to a lecture series of quantum mechanics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നും, ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണെന്നും, ഫ്രീക്വൻസി വേരിയേഷൻ അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്തരം ഫിഗേഴ്സൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കടക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നതെന്നും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ അതായത് 1900 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ലൈറ്റിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി വെച്ചിട്ട് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേവ് തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഡോമിനൻ്റ് ആയിട്ട് ആ കാലഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിൽ വളരെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്ത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നമ്മൾ ആദ്യം ശ്രമിച്ചത്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ലൈറ്റിൻ്റെ വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്, ഇഫ് വി ആർ ട്രീറ്റിംഗ് ലൈറ്റ് ആസ് എ വേവ് വൈൽ എക്സ്പ്ലെയിനിങ് ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഫോളോയിങ് പ്രോബ്ലംസ് വിൽ ഒബ്സർവ്, അല്ലെങ്കിൽ ഫോളോയിങ് പോയിന്റ്സ് ടു ബി നോട്ടഡ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മെറ്റാലിക് സർഫസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് വീണാൽ ഇറ്റ് വിൽ ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺസ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റും എമിഷൻ ഓഫ് ഇലക്ട്രോൺസും ഒരു ടൈം ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 0. ദാറ്റ് മീൻസ് there is no time delay between the absorption of light and emission of electrons in actual practice. പക്ഷേ വേവ് തിയറി വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു അവസ്ഥ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ദാറ്റ് മീൻസ് ദിസ് cannot be explained by considering light as a wave. ലൈറ്റിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചാൽ, ഇഫ് വി അസ്യൂം ലൈറ്റ് ഹാസ് വേവ് നേച്ചർ, ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെങ്കിൽ the energy of the electromagnetic wave spread electromagnetic wave is supposed to be spread across the wavefront, and a period of time should elapse before an individual electron
accumulates enough energy to leave the metal. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് ദ വേവ് ഫ്രണ്ട്സ്. സോ ഇറ്റ് വിൽ സ്പ്രെഡ്. Then definitely a period of time should elapse before an individual electron accumulates enough energy to leave the metal. Metal സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എനർജി അക്യൂമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ടേക്ക് സം ടൈം. അതൊരു ടൈം ഡിലേ ഇല്ലാത്ത പ്രോസസ്സ് ആയിരിക്കാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒരു വേവ് നേച്ചർ ഉള്ളതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സോഡിയം സർഫസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. യു ടേക്ക് എ സോഡിയം സർഫസ്. സോഡിയം സർഫസ് ആണ്. ആ സോഡിയം സർഫസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് പതിക്കേണ്ടതെന്ന് വിചാരിച്ചു. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് പതിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് സോഡിയം സർഫസിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടും. ഒരു ഡിറ്റക്റ്റബിൾ നമുക്ക് മെഷർ ചെയ്യാവുന്ന മിനിമം മെഷർ ചെയ്യാവുന്ന ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഡിറ്റക്റ്റബിൾ ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വന്നു വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് മിനിമം 10⁻⁶ വാട്ട് m⁻⁻² എനർജി വേണം. 10⁻⁻⁶ ആ റേറ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് വീഴേണ്ടി വരും. അങ്ങനെ വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒരു ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സോഡിയം സർഫസിൽ വന്ന് വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് 10⁻⁻⁶ വാട്ട് m⁻⁻² ആണെന്ന് വിചാരിക്കുക. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സോഡിയം സർഫസിൻ്റെ മെറ്റാലിക് സർഫസ് എന്ന് പറയുന്നത് 1 ആറ്റം തിക്കാണെന്ന് വിചാരിച്ചോ. 1 ആറ്റം തിക്നെസ് ഉള്ള സർഫസ് ആണ് വിത്ത് 1 m² ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യുക സർഫസ് ഏരിയ. അപ്പോൾ 1 ആറ്റം തിക്നെസ് ഉള്ള 1 m² ഏരിയ സർഫസിലുള്ള ഒരു മെറ്റാലിക് സർഫസിന് ഏകദേശം 10⁻⁹ ആറ്റംസ് ഉണ്ടായിരിക്കും. 10⁻⁹ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ആറ്റത്തിൽ നിന്നും ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും 10⁻⁹ ആറ്റംസ് ഉള്ള 1 ആറ്റം തിക്നെസ് ഉള്ള 1 m² ഏരിയ ഉള്ള ഒരു മെറ്റീരിയലിൽ ഫോട്ടോ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട് എനർജി അബ്സോർബ് ചെയ്യുന്നത് ഏകദേശം 10⁻⁻25 വാട്ട് റേറ്റിലായിരിക്കും എനർജി അബ്സോർപ്ഷൻ നടക്കും. ആവറേജ് എനർജി അബ്സോർപ്ഷൻ റേറ്റ്. നിങ്ങൾ ലൈറ്റിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ if the incident light has got an energy of 10⁻⁻⁶ watt m⁻⁻², if it falls on the metallic surface with 1 atom thickness and 1 m² area which contains 10⁻⁵ atoms, then the uppermost atomic layer, each atoms in the uppermost atomic layer, each atom receives an energy around 10⁻⁻25 watt. ഇതായിരിക്കും ആവറേജ് എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഈ എനർജിയിൽ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നു, ഒരു ഡിറ്റക്റ്റബിൾ ഫോട്ടോ ഇലക്ട്രോൺ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ 10⁻⁻⁶ വാട്ട് m² പറഞ്ഞു. 1 ആറ്റം തിക്നെസ് ഉള്ള ഒരു സോഡിയം സർഫസിലേക്ക് 1 m² ഏരിയയിൽ
10⁻29 ആറ്റംസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ആറ്റവും അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് അറൗണ്ട് 10⁻25 വാട്ട് ആ റേറ്റിലായിരിക്കും. അങ്ങനെ ഈ റേറ്റിലാണ് if the atom absorbs energy in this manner, if atoms or if electron absorbs energy in this rate, ഈ റേറ്റിലാണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്തരം സിറ്റുവേഷനിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 1 month പീരീഡ് എങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ് വേവ് തിയറി വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അതായത് ഇഫ് ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഇൻ ദിസ് റേഞ്ച് ഓവർ എ 1 month would be needed for an atom to accumulate energy of magnitude that photoelectrons from sodium surface are observed to have. So ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്ന ഈ എനർജിയിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടിയും ഓർക്കുക, നമ്മളൊരു മെറ്റാലിക് സർഫസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് വീഴുന്നു. 10⁻⁻6 വാട്ട് m⁻⁻², ഇതാണ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഈ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ഡിറ്റക്റ്റബിൾ ഫോട്ടോ ഇലക്ട്രോൺ കറണ്ടിന് വേണ്ട മിനിമം എനർജിയാണ്. അപ്പോൾ അത്തരം എനർജിയിൽ റേഡിയേഷൻസ് വന്ന് വീണാൽ 1 ആറ്റം തിക്നെസ്സും 1 m² ഏരിയ ക്രോസ് ഏരിയയുള്ള ഒരു സോഡിയം സർഫസിൽ ഓൾമോസ്റ്റ് അറൗണ്ട് 10⁻29 ആറ്റംസ് ഉണ്ടായിരിക്കും. ഈ 10⁻29 ആറ്റംസ് ഈ എനർജി അബ്സോർബ് ചെയ്യുകയും ഓരോ ആറ്റവും അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് അറൗണ്ട് 10⁻25 വാട്ട് ആയിരിക്കും. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, എനർജി റേറ്റ് എന്ന് പറയുന്നത് 10⁻25 വാട്ട് എനർജിയാണ്. അത്രയും ആ റേറ്റിലാണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഈ റേറ്റിലാണ് എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നത്, ആറ്റം അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഓരോ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാൻ ഏകദേശം വേവ് മെക്കാനിക് തിയറി പ്രകാരം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺ കറണ്ടിന് വേണ്ട ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ എനർജി അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം 1 month വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ടൈം ഡിലേ ഇല്ലാതെ മെറ്റാലിക് സർഫസിൽ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ അപ്പോൾ തന്നെ ഫോട്ടോ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഇജക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവ് മെക്കാനിക് കൺസെപ്റ്റ് പ്രകാരം എനർജി സ്പ്രെഡ് ചെയ്യുന്നത് അക്രോസ് ദ വേവ് ഫ്രണ്ട് ആണെന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ടൈം ഡിലേ നമുക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരും. അതാണ് ആദ്യത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ആദ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ്, പോയിന്റ് നമ്പർ 2, നമ്മൾ പറഞ്ഞത്, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. ഫോട്ടോ ഇലക്ട്രോൺ എനർജിയും ഇൻറ്റൻസിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ കറൻറ്റും റിട്ടാർട്ടിംഗ് പൊട്ടൻഷ്യലും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ റിട്ടാർട്ടിംഗ് പൊട്ടൻഷ്യലും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി. എന്നിട്ട് നമ്മൾ ഗ്രാഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിനെ
ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ν1, ν2, ν3 മൂന്ന് ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. ν1 ഗ്രേറ്റർ ദാൻ ν2 ഗ്രേറ്റർ ദാൻ ν3. അപ്പോൾ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വ്യത്യാസം വരും. V03, V0 2, V01. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എന്താ പറയുക സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി മെഷർ ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഇവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കിയത് കൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇങ്ങനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. ഇതേപോലെ മറ്റൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി ഫ്രീക്വൻസി വേരി ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ ഡിഫറെൻറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് കിട്ടിയത്. അതേസമയം if you keep the intensity same, sorry, if you keep the frequency constant and intensity is, if the intensity is different, then you will get graph like this, I, 2I, 3I. Photo current, photoelectron current, റിട്ടാർഡിങ് പൊട്ടൻഷ്യലും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ഏത് ഇൻറ്റൻസിറ്റിക്കും എല്ലാ ഇൻറ്റൻസിറ്റിക്കും സെയിം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നെ കിട്ടി. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, അതായത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഒരു മെഷറും കൂടിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷൻ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഫോട്ടോ ഇലക്ട്രോൺ energies are independent of intensity of light. So here we can see that as intensity increases, photoelectron current increases, and however the stopping potential remains same, and hence the kinetic energy also, kinetic energy or energy of the photoelectron remains same. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ വേവ് നേച്ചർ. ഇറ്റ് ഈസ് ആക്ച്വലി അഗൈൻസ്റ്റ് ദ വേവ് നേച്ചർ ഓഫ് ദ ലൈറ്റ്. നമ്മൾ ഒപ്റ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ്, ഇവിടെ നമുക്ക് ഒന്നും കൂടി എഴുതാം, ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് energy of the photoelectron remains same. So this concept is actually against the wave nature of the light. Wave nature വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേവ് നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ energy of the photoelectron must be proportional to the intensity, must be depending upon the intensity of the light. ഇതിവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ വേവ് നേച്ചർ വെച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെയാവും മാറുന്നു. മറ്റൊന്നെന്ന് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് നമ്പർ 3. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് photoelectrons, higher the frequency, photoelectron current increases.
and photoelectron energy also increases. Photoelectron energy increases. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇസ് എ മെഷർ ഓഫ് ആക്ച്വലി ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ. സോ ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജി കൂടുന്നത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ ലൈറ്റ്, ഒരു മെറ്റാലിക് സർഫസ് എടുത്തു, അതിലേക്ക് ബ്ലൂ ലൈറ്റ് വന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക. ബ്ലൂ ലൈറ്റിന്റെ വേറൊരു റേഡിയേഷൻ എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണെന്ന് വിചാരിച്ചോ. ബ്ലൂ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ് ലൈറ്റിനേക്കാളും കൂടുതലാണ്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറവാണ്. ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറവാണ് റെഡിനേക്കാളും. അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ എനർജി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ് ലൈറ്റിന്റെ ഒരേ സെയിം സ്പീഡാണ്. രണ്ട് ലൈറ്റിന്റെയും ലൈറ്റ് റേഡിയേഷന്റെയും സ്പീഡ് സെയിം ആണെങ്കിൽ ബ്ലൂ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ള ബ്ലൂ ലൈറ്റ് വരുമ്പോൾ ബ്ലൂ ലൈറ്റിൽ നിന്ന് വരുന്ന ഫോട്ടോ ഇലക്ട്രോൺസ്, ബ്ലൂ ലൈറ്റ് മെറ്റാലിക് സർഫസിൽ വന്ന് ഇജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും കമ്പയർഡ് ടു റെഡ് ലൈറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പൊ എന്താ, ഫാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ എനർജി കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബ്ലൂ ലൈറ്റ് റിസൾട്ട്സ് ഫാസ്റ്റർ ഇലക്ട്രോൺസ് കമ്പയർഡ് ടു റെഡ് ലൈറ്റ്. ബ്ലൂ ലൈറ്റ് റിസൾട്ട്സ് faster electrons than red light. That means it is depending upon the frequency. Energy, photoelectron energy increases with frequency. Okay. മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഒരു മെറ്റാലിക് സർഫസിൽ ഒരു റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ there should be a critical minimum frequency. There should be a minimum frequency below which photoelectric effect does not occur. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള റേഡിയേഷൻ വന്ന് വീഴണം. അതിനെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ വിളിക്കും. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ന്യൂ സീറോ. അപ്പോൾ ഒരു ന്യൂ സീറോയുടെ മുകളിലാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, നമ്മൾ ഒരു ഗ്രാഫ് ഇതിനു മുമ്പ് പ്ലോട്ട് ചെയ്തിരുന്നു, ആ പ്ലോട്ട് ഒന്ന് ഓർത്താൽ മതി. ആ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഫോട്ടോ ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയും അതായത് KE മാക്സ്, അതും ഫ്രീക്വൻസിയും വെച്ചൊരു ഗ്രാഫായിരുന്നു. നമുക്ക് ഒരു ലീനിയർ റിലേഷനാണ് മെറ്റൽസിൽ കണ്ടത്. ഈ ഫ്രീക്വൻസിയാണ് ന്യൂ സീറോ എന്ന് പറയുന്നത്. ഈ ന്യൂ സീറോ ഫ്രീക്വൻസിക്ക് താഴെ ഫോട്ടോ ഇലക്ട്രോൺ എനർജി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ലീനിയർ റിലേഷൻ, അതിന് ശേഷം ഒരു ലീനിയർ റിലേഷനും കാണിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ് എനർജി എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഉണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കാൻ. ഈ രണ്ട് കോൺസെപ്റ്റുകളും നമുക്ക് വേവ് തിയറിയുടെ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ വേവ് തിയറിയുടെ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് മൂന്ന് പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഇല്ലാത്ത ആ ടൈം ഡിലേ കുറിച്ചോ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും എന്താ പറയുക എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ തമ്മിലുള്ള റിലേഷനെയും ഒന്നും
നമുക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പല കാര്യങ്ങളും വേവ് നേച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റിനെ വേവ് ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരും. അതാണ് ഐൻസ്റ്റീൻ കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു 3 അനോമലീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐൻസ്റ്റീൻ പ്രധാനമായും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അദ്ദേഹത്തിൻ്റെ പുതിയൊരു കോൺസെപ്റ്റിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് തിയറി ഈസ് കോൾഡ് ആക്ച്വലി ദ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. Quantum theory of light. Quantum theory of light and Einstein's interpretation of photoelectric effect. ഐൻസ്റ്റീൻ ലൈറ്റിനെ ട്രീറ്റ് ചെയ്തത് പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്യുവൽ നേച്ചർ ഒക്കെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ലൈറ്റിന് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ട്, ഒരു വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പോൾ ആ ഡ്യുവൽ നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണെന്നും എനർജി ഓഫ് quantized we can treat light as small packets of energy, h nu, where h is the Planck's constant and nu is the frequency of the radiation. And these small packets are called photons. Photon എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്. സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആണെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഇത് പ്രപ്പോസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 1900 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഓസിലേറ്ററിൻ്റെ എനർജി ക്വാണ്ടൈസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ്. ഓസിലേറ്റർ എനർജി ക്വാണ്ടൈസ് ചെയ്യുന്നത് NH എനർജി ക്വാണ്ടൈസ്ഡ് ആൻഡ് ദ എനർജി ലെവൽസ് ഇൻ എ ക്വാണ്ടൈസ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. Quantized oscillator can be treated as NS nu, where N is equal to 0, 1, 2, 3, etc. ഈ രൂപത്തിലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്. അപ്പോൾ പാക്കറ്റ്സ് ഓഫ് ഓസിലേറ്റർ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണെന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഓസിലേറ്റർ എനർജി ഇങ്ങനെ ക്വാണ്ടൈസർ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലൈറ്റിനെ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്നും ആ പാക്കറ്റ്സ് ഓഫ് എനർജീസിനെ നമുക്ക് ഫോട്ടോൺസ് എന്ന് ട്രീറ്റ് ചെയ്യാമെന്നും അദ്ദേഹം അസ്യൂം ചെയ്തു. ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഓർ എച്ച് സി ബൈ ലാംഡ. ഓക്കെ, സോ ഒരു ലൈറ്റിനൊരു ഡ്യുവൽ നേച്ചർ ഉണ്ടെന്നും ലൈറ്റിന് കളക്ഷൻ ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി ആണെന്നും ജസ്റ്റ് ലൈക്ക് എ പാർട്ടിക്കിൾ. ഫോട്ടോൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി 0 മാസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്, 0 റെസ്റ്റ് മാസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ റിലേറ്റിവിറ്റിയിലും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫോട്ടോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ, ഇറ്റ്സ് എ ക്വാണ്ട ഓഫ് എനർജി. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വാണ്ട ഓഫ് എനർജി, ക്വാണ്ട ഓഫ് എനർജി ഓഫ് ലൈറ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ക്വാണ്ട ഓഫ് എനർജിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ലൈറ്റിനെ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ ഫോട്ടോൺ അതായത് ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവ് നേച്ചറിൽ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിലല്ല, എനർജി സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിലല്ല. ലൈറ്റ് എന്ന് പറയുന്നത് സെവറൽ ഫോട്ടോൺസ് ഒരു മെറ്റാലിക് സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന പോലെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാനുള്ള ടൈം ഡിലേ എന്ന് പറയുന്നത് നമുക്ക് ഈ നെഗ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം ഡിലേ ഉണ്ടാവില്ല ലൈറ്റിൻ്റെ ഫോട്ടോൺ. ഇതാണ് ആദ്യത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം 2 പ്രധാനപ്പെട്ട ഹൈപ്പോത്തസിസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഐൻസ്റ്റീൻ്റെ പ്രധാനപ്പെട്ട 3 ഹൈപ്പോത്തസിസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഐൻസ്റ്റീൻ പ്രപ്പോസ്ഡ് following hypothesis to explain photoelectric effect. ലൈറ്റ് ഒരു ക്വാണ്ടം ഓഫ് എനർജിയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ പറയുന്നത് ബിക്കോസ് electromagnetic wave energy is concentrated on photons and not spread out like waves, spread out across wavefront. There should be no time delay in the emission of photoelectrons. Photons വന്ന് വീഴുന്നു. ഫോട്ടോൺസിൻ്റെ എനർജി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അത് അബ്സോർബ് ചെയ്യുന്നു. ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആറ്റവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചോ അല്ലെങ്കിൽ മെറ്റലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടോ മെറ്റാലിക് സർഫസിൽ നിന്ന് ചുറ്റും. മെറ്റലാവുമ്പോൾ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ മെറ്റാലിക് സർഫസിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ വാലൻസ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, ബൗണ്ട് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് മെറ്റാലിക് സർഫസിൽ അബ്സോർബ് ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ മെറ്റൽ സർഫസിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസോ ഈ എനർജി അബ്സോർബ് ചെയ്ത് ആറ്റവുമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഇജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സംഭവിക്കുന്നത്. ഇറ്റ്സ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ദർ ഷുഡ് ബി നോ ടൈം ഡിലേ ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റിനെ ഒരു കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഈ ടൈം ഡിലേ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം തീർന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് all photons of frequency nu have the same energy അതായത് ന്യൂ ഫ്രീക്വൻസിയുള്ള ലൈറ്റിലെ എല്ലാ ഫോട്ടോണുകൾക്കും എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കും. ഓക്കെ, ആൻഡ് സോ ചേഞ്ചിങ് ദ intensity does not change the energy of the photoelectrons. കാരണം ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കൂടിയത് കൊണ്ട് എനർജി കൂടുന്നില്ല. പക്ഷേ ഇൻറ്റൻസിറ്റി കൂടുന്നത് കൊണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും, എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.
ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാവുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടുന്നത്. ഓക്കെ, പക്ഷെ എനർജി എന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ so changing the intensity of the intensity does not change the energy of the photoelectrons. Changing the intensity of light, it will change only the number of photoelectrons, not the energy. ഓക്കെ, മാത്രമല്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോൺ ഇലക്ട്രോൺ എനർജി കൂടുതലായിരിക്കും. ഹയർ ദ ഫ്രീക്വൻസി, കാരണം E is equal to h nu ആണ്, or hc by lambda ആണ്. So higher the frequency, higher will be the energy of the photoelectron. വന്നു വീഴുന്ന ലൈറ്റിന്റെ എനർജി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രോണുകളുടെ എനർജിയും കൂടുതലായിരിക്കും. ഹയർ ദ ഫ്രീക്വൻസി, higher will be the energy of the photoelectrons. So ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജിയും കൂടും. ലൈറ്റിന്റെ എനർജി കൂടുന്നതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജിയും കൂടും. ഓക്കെ, ഇതാണ് ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്തത്. ഐൻസ്റ്റീൻ ഒരു കാര്യം കൂടിയും ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ പ്രകാരം ലൈറ്റ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ ആണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യില്ല. ഒരു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വേണം. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒരു മെറ്റാലിക് സർഫസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴാണെന്ന് വിചാരിച്ചോ, ഒരു ഫ്രീക്വൻസി ന്യൂ എന്ന് വിചാരിക്കുക. ഹിയർ ഇഫ് എച്ച് ന്യൂ, നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു മെറ്റാലിക് സർഫസ് എടുക്കുകയാണ്, മെറ്റൽ. ആ മെറ്റലിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് വീഴുന്നുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മെറ്റാലിക് സർഫസിൽ വന്ന് വീഴുമ്പോൾ, ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലുള്ള ഫോട്ടോൺ മെറ്റാലിക് സർഫസിൽ വന്ന് വീഴുമ്പോൾ ഫോട്ടോണിന്റെ എനർജി ഈ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട്, അറ്റോമിക് ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസോ അബ്സോർബ് ചെയ്തുകൊണ്ട് മെറ്റലിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ ആണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്നതെങ്കിൽ ഈ ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മെറ്റാലിക് സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ട സഫിഷ്യന്റ് എനർജി അക്യൂമുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മിനിമം എനർജി വേണ്ടി വരും. ഏത് മെറ്റൽ ആയാലും ഒരു മിനിമം എനർജിയിൽ ഫോട്ടോൺസ് വന്ന് വീണാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മിനിമം എനർജീനെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. That means there must be a minimum energy, we can call it as phi, minimum energy phi for an electron to escape from a particular metal surface. So there must be a minimum energy phi for an electron to, ഒരു മിനിമം എനർജിയിൽ വന്ന് വീണാലേ ഇതുണ്ടാവും. ഈ എനർജിനെയാണ് നമ്മൾ, this energy is called work function of the metal. This energy is called work function
work function of the metal. അപ്പോൾ നമ്മളിവിടെ വരുന്ന ലൈറ്റിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് E is equal to h nu naught ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ, ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നു. മെറ്റാലിക് സർഫസിൽ മെറ്റലുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു. മെറ്റൽ സർഫസ് ഉണ്ടാവുന്നു. h nu naught ആണെങ്കിൽ ആ h nu naught താഴെ വന്നാൽ ഈ റിജക്ഷൻ സംഭവിക്കില്ല. h nu naught കൂടുതലായിട്ടുള്ള എനർജിയാണ് വരുന്നതെന്ന് വെച്ചാൽ, കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഈ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0യിൽ നിന്ന് കൂടും. ഇപ്പോൾ ഇനീഷ്യലി h nu naught വന്നു വീണാൽ അതേ എനർജി ഒരു മെറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി ഷുഡ് ബി 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ വർക്ക് ഫംഗ്ഷനെ phi is equal to h nu naught എന്ന് പറയാം. സോ ദിസ് ഈസ് ദ മിനിമം എനർജി ഫോർ ഓരോ മെറ്റലിലും ഈ വർക്ക് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഇതിനെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഞാൻ 2-3 മെറ്റലുകളുടെ എക്സാമ്പിൾ വർക്ക് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മെറ്റൽ സിമ്പിൾ വർക്ക് ഫംഗ്ഷൻ എക്സാമ്പിളായിട്ട് മാത്രമാണ് CCM. CCയത്തിൻ്റെ 1.9 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. ആൻഡ് ഫോർ സിൽവർ symbol is Ag, it is 4.7 electron volts, and for platinum its value is 6.4. ഈ റേഞ്ചിലാണ്, ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ് മെറ്റലുകളുടെ വർക്ക് ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഈ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വിസിബിൾ UV റീജിയനിലാണ് നോർമലി മെറ്റലുകളുടെയൊക്കെ ഈ ഒരു എനർജി കാണുക. അതുകൊണ്ട് തന്നെ UV റേഡിയേഷൻസ് അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ സ്പെക്ട്രത്തിലാണ് നിങ്ങൾക്ക് നോർമലി അത്തരം റേഡിയേഷൻസ് വന്ന് മെറ്റാലിക് സർഫസിൽ വന്ന് വീഴുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ജനറലി ഒബ്സർവ് ചെയ്യാറുള്ളത്. അത് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് phi is equal to h nu naught ആണ്. അപ്പോൾ നമ്മളുടെ മെറ്റൽ സർഫസിലേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് h nu naught ആണെങ്കിൽ ആ മെറ്റൽ സർഫസിൽ നിന്നൊരു ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ മറ്റൊരു റേഡിയേഷൻ വന്ന് വീണു. ദാറ്റ് റേഡിയേഷൻ ഇറ്റ്സ് എനർജി ഈസ് h nu which is greater than h nu naught. സോ ഈ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ ഈ മെറ്റൽ സർഫസിൽ നിന്നൊരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യും, ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജിയോടുകൂടി മൂവ് ചെയ്യും. അപ്പോൾ ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി വിൽ ബി നോർമലി ഐൻസ്റ്റീൻ്റെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കൈനറ്റിക് എനർജി മാക്സ് ഈസ് h nu minus h nu naught. h nu naught എനർജി അബ്സോർബ് ചെയ്ത് മെറ്റലിൽ നിന്ന് അവൻ h nu എനർജി വന്ന് മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ h nu naught നമ്മൾ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാനും ബാക്കിയുള്ള എനർജി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഫേമസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. സോ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു h nu റേഡിയേഷൻ വന്ന് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീണാൽ യു ക്യാൻ റൈറ്റ് h nu is equal to 5 plus Ke max. This is the photoelectric equation, or you can write it as h nu is equal to Ke max plus h nu naught. So Ke max is equal to h nu minus h nu naught, or h into nu minus nu naught. Okay, ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ്. സോ ഇഫ് യു പ്ലോട്ട് Ke max എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് h into nu minus nu naught ഉം
ന്യൂവും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ലൈക്ക് ദിസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനിൽ കിട്ടിയ അതേ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ലീനിയർ റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ന്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിക്ക് മുകളിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. So if you take the slope of this graph, then that slope is normally the Planck's constant h. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. h nu minus h nu is equal to h nu naught plus or h nu minus h nu naught എന്ന് പറയുന്നത് കെ ഇ മാക്സ് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട് ആകുമ്പോൾ ഈ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ടും ന്യൂവും വെച്ച് നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇത് വൈയും ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ബൈ എക്സ് എടുക്കുമ്പോൾ ദാറ്റ് സ്ലോപ്പ് വിൽ ബി ഈസ് എച്ച്, ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്. അതിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ പലപ്പോഴും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഡിഗ്രി ലെവലിലും അല്ലെങ്കിൽ PG ലെവലിലൊക്കെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫോട്ടോ